ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവിടെ വന്നിരിക്കുന്നത് ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. സത്യം പറയുകയാണെങ്കിൽ ഒരു ആക്ഷൻ മസാല ത്രില്ലർ മൂവിയാണ്. പക്ഷേ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഒരു കോമഡി ആയിട്ടാണ് തോന്നിയത്. ഈ ലോജിക് എന്ന് പറഞ്ഞ സാധനം റോക്കറ്റിൽ കയറ്റിയിട്ട് ചന്ദ്രനിൽ കൊണ്ടുവച്ചതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കാം. വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഈ സിനിമ കണ്ടത്. 2.5 മണിക്കൂറുണ്ട് സിനിമ. 2.5 മണിക്കൂർ വധമെന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ എൻ്റെ ഒരു രക്ഷയില്ല. ഈ ബാലയ്യ സിനിമകളൊക്കെ നമ്മൾ കാണാറില്ലേ, അതിൻ്റെ വേറൊരു ലെവൽ ഐറ്റം തന്നെ പറയാം. രവി തേജ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഈഗിൾ എന്ന് പറഞ്ഞ സിനിമ. രവി തേജയെ കൂടാതെ അനുപമ പരമേശ്വരനുണ്ട്, കാവ്യ തപ്പറുണ്ട്, നവദീപ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയിൽ എടുത്തു പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ രവി തേജയുടെ സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. ഒരു രക്ഷയിലായിട്ടോ. അദ്ദേഹത്തിൻ്റെ ആ സ്ക്രീൻ പ്രസൻസ് സൂപ്പറായിരുന്നു. പിന്നെ ഈ നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, മൊത്തത്തിൽ കളറാക്കി അവർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എന്താ പറയുക, ഒരു കളർഫുൾ തന്നെയാണ് സംഭവം. ഫുള്ള് അടി വെട്ടി പുക ഒന്നും പറയണ്ട. അപ്പോൾ പറക്കുക, ഓരോരുത്തർ പറന്നുകൊണ്ട് വണ്ടീൻ്റെ ടയറിൻ്റെ ഉള്ളിൽ നിന്ന് തോക്ക് വന്നിട്ട് വെടി വെക്കുക, പറന്നിട്ട് ജീപ്പ് ഇങ്ങനെ പറന്ന് പോകുമ്പോൾ ടയർ ഇങ്ങനെ ടയർ തിരിയുമ്പോൾ ടയറിൻ്റെ മുകളിൽ നിന്ന് വെടിവെക്കുക. എന്തൊക്കെ സംഭവങ്ങളാണെന്നറിയാം. മൊത്തത്തിൽ പിന്നെ അടിവെടി പുക തന്നെയാണ് സംഭവം. പിന്നെ പറയാൻ ബിൽഡപ്പ് കൊണ്ട് ഭയങ്കര ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഭയങ്കര ബിൽഡപ്പ്. എൻ്റെ അപ്പോൾ ആ സിനിമ നിങ്ങൾ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് ആ സിനിമ കണ്ടില്ലെങ്കിൽ നഷ്ടമായിരിക്കും. ഈഗിൾ എന്ന് പറഞ്ഞ ഈ സിനിമ കണ്ടു നോക്കുക. കണ്ടിട്ട് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ആമസോൺ പ്രൈമിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. തെലുങ്ക് കണ്ടാൽ മതി, കഥയൊന്നും മനസ്സിലാക്കാനൊന്നുമില്ല. പിന്നെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. കണ്ടിട്ട് ഇതുപോലുള്ള ബാലയ്യൻ്റെ സിനിമകളൊക്കെ നിങ്ങൾ കാണാറുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്നൊരു സിനിമയാണ്. ആക്ഷൻ മസാല ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വല്ലാത്തൊരു ആക്ഷൻ മസാല തന്നെയായി. നിങ്ങൾ കണ്ടു നോക്കുക. തിയേറ്ററിൽ വിജയിച്ച സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നത്. രവി തേജയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് സൂപ്പറായിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ ഒരു കിടലായിരുന്നു. ആ ഒരു പുതിയ ഗെറ്റപ്പ് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.